തിക്കുണ്ടതി. ഇതാ മറ്റേ നീരുട്ടിയല്ലേ? ആ ഓക്കെ ഓക്കെ. പെച്ചുണ്ടതി എറുണ്ടതി. നീ ഊമ്പടി കൊറേ അപരാധം പിടിച്ച് ഞങ്ങള് അണ്ടിയും തൂക്കി പിടിച്ച് കയറി വന്നേക്കുന്നു. വേറെ മൈ ഡിയർ ബ്രോ, ആ പറഞ്ഞതൊരു അശ്ലീല പരാമർശമാണ് കേട്ടോ. എനിവേ, ആ കൊച്ചിനെ അങ്ങനെ പറയാനായിട്ട് എന്താണ് തെറ്റ് ചെയ്തത്? ബ്രോ തെറി വിളിച്ച് ഫേമസ് ആവുന്നത് പോലെ പുള്ളിക്കാരിക്ക് അറിയാവുന്ന കഴിവുള്ള സ്കില്ല് വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഫേമസ് ആയി കാശുണ്ടാക്കുന്നു. സെയിം. ഇനി തെറി വിളിക്കുന്നത് മോശക്കാരനോ മോശപ്പെട്ട വ്യക്തിയോ ഒന്നും ആവുന്നില്ല. തെറി പറയുന്നത് കൊണ്ട് നമുക്ക് അയാളെ മോശക്കാരനെ കാണാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ബട്ട് റോസ്റ്റിംഗ് എന്ന പേരിൽ അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന പേരിൽ ബ്രോ ഈ ചെയ്തത് ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. റോസ്റ്റ് ചെയ്തോ റിയാക്ഷൻ ചെയ്തോ അതൊക്കെ എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്യും. അതിൽ തെറി മിക്സ് ചെയ്ത് സംസാരിച്ചോ, പക്ഷേ ലൈക്ക് ലോജിക്ക് വേണം എല്ലാത്തിലും. ഇതെന്താണ് സംഭവം? ഇത് അനിൽ കേസ് കന്യാകുമാരി തുരുത്തി പോയോ ചാനാശ്ശേരി 68653. എടാ ഇത് മറ്റേ നമ്മുടെ സായിപ്പോക്കല്ലേ? അണ്ണൻ വിജയാണ് കേട്ടോ. സായിപ്പോപ്പി അവൻ വേറൊരു ലെവലാണ്, മനസ്സിലായി? അപ്പൊ എത്രേ ഉള്ളൂ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അതെ, സായിപ്പോപ്പി കിടിലോണ്, അവൻ വേറെ ലെവലാണ്. കാരണം അവൻ്റെ വീഡിയോയിൽ തെറി പറയുമല്ലോ. അവൻ തെറി വിളിച്ചാണ് ഗെയിം കളിക്കുന്നത്. സായിപ്പോപ്പി എന്ന് പറയുന്ന വ്യക്തി നല്ല സ്കില്ലുള്ള ഒരു ഗെയിമറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരാൾ തെറി പറഞ്ഞത് കൊണ്ട് അയാൾ മോശക്കാരനാവാനൊന്നുമില്ല. അപ്പം അത് ഈ പറയുന്ന രണ്ടുപേരും, ഈ മോട്ടിവേഷൻ മുക്കിത്തീർന്ന പുള്ളിയാണെങ്കിലും സായിപ്പോപ്പി ആണെങ്കിലും തൊപ്പിയാണെങ്കിലും തെറി പറഞ്ഞത് കൊണ്ട് അവർ മോശക്കാരൊന്നുമല്ല. സോ അങ്ങനെ ഒരു അർത്ഥം ഇതിനകത്തില്ല. പക്ഷെ ഒരേ വീഡിയോയിൽ വന്നിട്ട് ഒരു കുട്ടി ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും അത് മോശക്കാരിയാണെന്നും അതിനെ അശ്ലീലമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ട് അടുത്ത ആൾ വന്ന് തെറി പറഞ്ഞപ്പോൾ അവൻ സൂപ്പർ, അവൻ വേറെ ലെവലാണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ബ്രോ? അത് ഞാൻ മനസ്സിലായില്ല. ഇനി എൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹിഡൻ ലോജിക് വല്ലതും ഉണ്ടായത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് കത്താത്തോണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഈ പറയുന്ന തെറി വാക്ക്, പല മലയാളം വാക്കുകളും ആക്ച്വലി തെറിയായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന് വേറെ ഓൾട്ടർനേറ്റ് ആയിട്ടൊരു വാക്കില്ല. അപ്പം മലയാളത്തിൽ നമ്മൾ കൊടുത്തേക്കുന്ന പല വാക്കുകളും ആക്ച്വലി നമ്മൾ അതിനെ മോശമായിട്ട് കാണുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വാക്ക് പറഞ്ഞതുകൊണ്ട് അത് സമൂഹത്തിൽ ആക്ച്വലി തെറിയല്ല, സമൂഹം അതിനെ തെറിയായിട്ട് കാണുന്നതുകൊണ്ടാണ്. അതിന് വേറെ വാക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റ് ആയ ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പൊതുവെ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ പെമ്പിള്ളേർ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഡാൻസ് കളിക്കുകയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ ട്രോളി ഫേമസ് ആക്കാറുണ്ട്. അവരും അത് ആസ്വദിക്കാറുണ്ട്, ചിലർ അതിനെ വിമർശനമായിട്ട് എടുക്കാറുണ്ട്. അപ്പം പൊതുസമൂഹം എതിരായിട്ട് നിൽക്കുന്ന കാര്യത്തിന് ഇയാളും മോശമാണെന്ന് പറയുകയും സായിപ്പോപ്പി പോലത്തെ ആൾക്കാർ കുറേ യങ്സ്റ്റേഴ്സൊക്കെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വലിയ ഇതാണെന്ന് പറയുമ്പോൾ അത് കിടിലോ എന്ന് പറയാൻ ചെയ്യുന്നൊരു സാധനമാണ് ആക്ച്വലി ഇപ്പോൾ ഈ രണ്ട് വീഡിയോയിലും കൂടെ ചേർത്ത് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ബ്രോയ്ക്ക് തിരുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ഒന്ന് തിരുത്തി പറഞ്ഞുതരാം. അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വിമർശിച്ചോ കളിയാക്കിക്കോ ട്രോളിക്കോ, പക്ഷേ ഇതുപോലത്തെ അശ്ലീല പരാമർശമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അത് ശരിയല്ല ബ്രോ. തെറിയൊക്കെ വിളിച്ചോ, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ദിസ് ഈസ് റോങ്.